പുൽപ്പള്ളിയിലെ അസാധാരണ സംഭവ വികാസങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ MLA-മാർ ജനപ്രതിനിധികൾക്കെതിരെയും പ്രതിഷേധമുയർന്നിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ പുൽപ്പള്ളിയിലെ അസാധാരണമായ ഈ സംഭവ വികാസങ്ങൾ എന്നാണോ പ്രതിപക്ഷ MLA-മാരുടെ കുറ്റപ്പെടുത്തൽ? ജനപ്രതിനിധികൾക്കെതിരെ തിരിയാൻ ഇടവന്ന സാഹചര്യം എന്താണെന്നാണ് അവർ പറയുന്നത്? ഗോപി, ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് അക്രമസക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ജനപ്രതിനിധികളെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് ആൾക്കൂട്ടം മാറുന്ന നില കൂടി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ IC ബാലകൃഷ്ണൻ MLA, TC ദിക്ക് MLA, ഷംസാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് KL പൗലോസ് ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് നിങ്ങൾക്കെതിരെ പോലും വലിയ വികാരം ഉണ്ടായിട്ടുള്ളൊരവസ്ഥയുണ്ട്. അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതൊരു വ്യക്തമായൊരു ഗൂഢാലോചന ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ ഇന്നലെ പോളിന് അപകടം സംഭവിച്ച സമയം മുതൽ ഞങ്ങൾ ഇടപെടാറുണ്ട്. മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, പരാജയപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ വിട്ടു. മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞു. രാത്രിയാണ് ഞാനും സിദ്ദിഖ് MLA-യും ഉൾപ്പെടെ ഇടപെട്ട് ജില്ലാ കളക്ടർ ഓർഡർ ഇറക്കി. രാത്രി 12 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ബോഡി ആനയുടെ ശല്യമുള്ളതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടെ പ്രത്യേക പെർമിഷൻ വാങ്ങി അവിടെ ബോഡി സൂക്ഷിച്ചു. മാത്രമല്ല, അവിടുന്ന് പ്രേസർ സൗകര്യമോടുകൂടിയുള്ള ആംബുലൻസിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മാത്രമല്ല, ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടൊരു അപകടം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കീഴ്വഴക്കമുണ്ട്. ജില്ലാ ഭരണകൂടം, സർവകക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുക. ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ പോലീസ് നടപ്പാക്കണം. 2, ജില്ലാ ഭരണകൂടം എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടർ ഇവിടെ വന്നിട്ടില്ല. 3, വനംവകുപ്പ് മന്ത്രി ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയോ അത് സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ കാര്യം ഞാൻ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് രാവിലെ 9 മണിക്ക് കളക്ടർ വന്നു കഴിഞ്ഞാൽ ബന്ധുക്കാരുമായി, കുടുംബക്കാരുമായി, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സംസാരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും വഷളത്തരത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ജില്ലാ ഭരണകൂടമാണ്, ഗവൺമെൻറ്റാണ്, വനംവകുപ്പ് മന്ത്രിയാണ്. ഇത് ഗവൺമെൻറ്റിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും സിദ്ദിഖ് MLA-യും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയത്. പക്ഷേ ഞങ്ങളാരും ഒളിച്ചോടിയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി അവിടെ നിന്നു. ബോഡി പോയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ നിശ്ചയ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ മാറിയത്. ഇത് ഗവൺമെൻറ് അടുത്ത് വന്ന വീഴ്ചയാണ്. ഇത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ് ഇന്ന് പുൽപ്പള്ളി ഉണ്ടായിട്ടുള്ളത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നു ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിനായിട്ട് ആശുപത്രിയിലാണ്, അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ജീപ്പിന് മുകളിൽ കൊണ്ടുവന്നൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്താണ്? പല രീതിയിലുള്ളതായി ഈ വയനാട്ടിലെ ജനതയുടെ ഒരു അനുഭവം, അവർക്ക് കൃഷി ചെയ്യാനൊക്കില്ല, അവർക്ക് വീട്ടിൽ താമസിക്കാനൊക്കില്ല, അവരുടെ സാമൂഹ്യ ജീവിതം തകർന്നു. ഏത് സമയവും വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെടാം എന്നുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ജനമെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധം, അതിൻ്റെ ഒരു വല്ലാത്തതായിട്ടുള്ള ഭയവും അരക്ഷിതാവസ്ഥയും ജനത്തിൻ്റെ മനസ്സിൽ കൃത്യതയോടുകൂടി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒന്നാം പ്രതി സർക്കാരാണ്, വനം മന്ത്രിയാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ശാന്തമാണ് പുൽപ്പള്ളി. പ്രശ്നങ്ങൾ അവസാനിക്കുന്ന നിലയാണ് ഉള്ളത്.